നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്, യുവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. റോഡുകൾക്കൊപ്പം പാർക്കിംഗും സ്മാർട്ടാകും. 62 പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. ജനറിക് പേരെഴുതുന്നില്ല, ഡോക്ടർമാർക്ക് നേട്ടം കമ്പനി മരുന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോടും തൃശൂരും മുന്നിൽ. മോദി വിരുന്നിൽ മന്ത്രി തലയൂരി. ശബരിമലയിൽ വികസനകാലം. 6 പദ്ധതികൾ 376 കോടി. ഇരട്ട സ്ഫോടനം, ഇറാനിൽ 103 മരണം. ശമ്പളമില്ലാതെ വലഞ്ഞ് ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപകർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. റോഡുകൾക്കൊപ്പം പാർക്കിംഗും സ്മാർട്ടാകും. 62 പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തി. പുതുവർഷത്തിൽ നഗരത്തിലെ റോഡുകൾ സ്മാർട്ട് ആകുന്നതിനൊപ്പം പാർക്കിംഗും സ്മാർട്ടാകും. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിലെ തീരാപ്രശ്നമായ പാർക്കിങ്ങിന് സ്മാർട്ടായ പരിഹാരം കണ്ടെത്തുന്നത്. സ്മാർട്ട് സിറ്റിയും സിറ്റി പോലീസും പദ്ധതിയുടെ ഭാഗമാണ്. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾ എന്താണെന്നും ഇതെങ്ങനെ പരിഹരിക്കാമെന്നും ഇതും സംബന്ധിച്ച് നാറ്റ്പാക് വിശദമായ പഠനം നടത്തിയിരുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കേശവദാസപുരം മുതൽ കിഴക്കേക്കോട്ട വരെ 62 സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറായി. ഇവിടങ്ങളിൽ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് പുതിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. പാർക്കിംഗ് സ്ഥലങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായി റോഡുകളിൽ പെയിന്റ് ചെയ്യുമെന്ന് നാറ്റ്പാക് പ്ലാനിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ മേധാവി ഷഹീം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലകളെയും മത്സര ഇനമാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം ആശ്രാമം മൈതാനത്ത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മംഗലം കളി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയത് പുതിയ ഒരു തുടക്കമാണ്. ജനകീയ കലാരൂപങ്ങൾക്കൊപ്പം ക്ലാസിക് കലകളുടെയും പ്രാക്തന കലകളുടെയും സംഗമമായതാണ് കലോത്സവത്തെ വേറിട്ടു നിർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനറിക് പേരെഴുതുന്നില്ല, ഡോക്ടർമാർക്ക് നേട്ടം കമ്പനി മരുന്ന്. കർശന നിർദ്ദേശം വന്നിട്ടും മരുന്നുകളുടെ ജനറിക് പേരെഴുതാനുള്ള ഗവൺമെന്റ് ഡോക്ടർമാരുടെ വിമുഖത ജനങ്ങൾക്ക് വൻ ദുരിതമാകുന്നു. കുറിപ്പടിയുമായി മണിക്കൂറുകളോളം ആശുപത്രി ഫാർമസിയുടെ ക്യൂവിൽ നിന്നാലും മരുന്ന് കിട്ടില്ല. പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ അപ്പോൾ കിട്ടും അതേ ബ്രാൻഡ്, പക്ഷേ കീശ കീറും. വർഷം 15,000 കോടിയുടെ മരുന്ന് വ്യാപാരം നടക്കുന്ന സംസ്ഥാനത്ത് കമ്പനികൾക്ക് ഒത്താശ ചെയ്യുകയാണ് നല്ലൊരു വിഭാഗം ഡോക്ടർമാർ. കുറിപ്പടി കൂടുന്നതിനനുസരിച്ച് ഡോക്ടർമാർക്ക് മരുന്ന് കമ്പനികളുടെ ആനുകൂല്യവും കൂടും. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോടും തൃശൂരും മുന്നിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കോഴിക്കോടിന് വെല്ലുവിളിയുയർത്തി തൃശൂരും കണ്ണൂരും. കോഴിക്കോടിനൊപ്പത്തിനൊപ്പമാണ് ഒടുവിൽ തൃശൂർ നിലയുറപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ല തൊട്ടു പിന്നിലുണ്ട്. ആതിഥേയരായ കൊല്ലം 4ാം സ്ഥാനത്താണ്. പാലക്കാട്, മലപ്പുറം ജില്ലകൾ തൊട്ടു പിന്നിലും. തുടക്കത്തിൽ തന്നെ ആവേശകരമായ മത്സരമാണ് പ്രകടമാകുന്നത്. 2018ലും 2019ലും കൈവിട്ട 117.5 പവൻ സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് തിരിച്ചുപിടിച്ചത്. 945 പോയിന്റ് നേടിയാണ് 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ കിരീടം ചൂടിയത്. 925 പോയിന്റ് നേടി കണ്ണൂരും പാലക്കാടും 2ാം സ്ഥാനം പങ്കിട്ടു. 20ാം തവണയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് കപ്പിൽ മുത്തമിട്ടത്. അന്നും കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്. 2019ൽ കണ്ണൂരിനെ 2 പോയിന്റിന് മറികടന്നാണ് പാലക്കാട് ജേതാക്കളായത്. കോഴിക്കോട് പോയിന്റ് 172, തൃശൂർ 167, കണ്ണൂർ 165, പാലക്കാട് 161, മലപ്പുറം 160, കൊല്ലം 158, എറണാകുളം 154, ആലപ്പുഴ 147, കാസർഗോഡ് 147, കോട്ടയം 145, തിരുവനന്തപുരം 142, വയനാട് 140, പത്തനംതിട്ട 124, ഇടുക്കി 115. മോദി വിരുന്നിൽ മന്ത്രി തലയൂരി.
കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചു. മണിപ്പൂരിൽ അടക്കം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നു എന്ന രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ബിഷപ്പുമാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായവും നിലപാടും മാത്രമാണെന്ന് അറിയിക്കുകയും ചെയ്തു. മന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ നിലപാടാണോ അല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് KCBC ആവശ്യപ്പെട്ടിരുന്നു. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു എന്നും ആലപ്പുഴയിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഈ പരാമർശങ്ങളാണ് മന്ത്രി പിൻവലിച്ചത്. പരാമർശം പിൻവലിച്ചതിനെ KCBC സ്വാഗതം ചെയ്തു. ശബരിമലയിൽ വികസനകാലം 6 പദ്ധതികൾ 376 കോടി. ശബരിമലയിലെ വികസന പദ്ധതികളുമായി ശബരിമല ഉന്നതാധികാര സമിതി. പമ്പയിലും സന്നിധാനത്തും പാലം നിർമ്മിക്കുന്നതിനുൾപ്പെടെ 6 പദ്ധതികൾക്കായി 376.42 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുക. സർക്കാർ ഫണ്ട്, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ പണം കണ്ടെത്തും. പമ്പ ഹിൽ ടോപ്പിനടുത്ത് നിന്ന് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തേക്ക് പാലം നിർമ്മിക്കാൻ വനവകുപ്പിന്റെ തടസ്സങ്ങൾ നീങ്ങി. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലാണ് ഉന്നതാധികാര സമിതി നിശ്ചയിക്കുന്ന പദ്ധതികൾ ഹൈക്കോടതി അനുമതിയോടെ നടപ്പാക്കുന്നത്. സ്പോൺസർമാരിൽ നിന്ന് പണം സ്വരൂപിച്ച് ശബരിമല വികസനം നടപ്പാക്കുകയായിരുന്നു ഉന്നതാധികാര സമിതിയുടെ ലക്ഷ്യം. എന്നാൽ പ്രതീക്ഷിച്ചത്രയും സ്പോൺസർമാരെ കിട്ടിയില്ല. അതിനാൽ വികസനത്തിനുള്ള പണം സർക്കാർ തന്നെ നൽകേണ്ടി വരും. സ്പോൺസർമാരെ കണ്ടെത്താനും ശ്രമം തുടരും. ഇരട്ട സ്ഫോടനം, ഇറാനിൽ 103 മരണം. ഇറാനിൽ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന്റെ 4ാം വാർഷിക ദിനമായ ബുധനാഴ്ച ഇരട്ട സ്ഫോടനത്തിൽ 103 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. 140 പേർക്ക് പരിക്കേറ്റു. തെക്കൻ നഗരമായ കെർമാനിലെ സാഹിബ് അൽ സമാൻ പള്ളിക്ക് സമീപം സുലൈമാനിയെ അടക്കിയ കബറിട പരിസരത്ത് അനുസ്മരണ ചടങ്ങിനിടെയാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. സ്യൂട്ട് കേസുകളിൽ വെച്ചിരുന്ന റിമോട്ട് കൺട്രോൾ ബോംബുകളാണ് പൊട്ടിയത്. ഭീകര ആക്രമണമാണെന്ന് ഇറാൻ അധികൃതർ പറഞ്ഞു. ഇസ്രയേൽ പിന്തുണയുള്ള ഗ്രൂപ്പാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് ഇറാൻ വൃത്തങ്ങൾ ആരോപിച്ചു. പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 3:04 ഖബറിൽ നിന്ന് 700 മീറ്റർ അകലെ തിരക്കേറിയ റോഡിലായിരുന്നു ആദ്യ സ്ഫോടനം. 13 മിനിറ്റിന് ശേഷം 1 കിലോമീറ്റർ അകലെ 2ാം സ്ഫോടനമുണ്ടായി. ശമ്പളമില്ലാതെ വലഞ്ഞ് ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപകർ. നവകേരള സദസ്സിൽ പലയിടത്തും പരാതിപ്പെട്ടെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഒട്ടേറെ ഗസ്റ്റ് അധ്യാപകർക്ക് പുതുവർഷമായിട്ടും ശമ്പളമില്ല. വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നടപടികളും വൈകിയതിനാൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരാണ് കഷ്ടപ്പെടുന്നവർ. ഇതിനു പുറമെ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് എടുത്തവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവുണ്ടായിട്ടും ശമ്പളം നൽകിയിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂളിൽ 4000-ഓളം ഗസ്റ്റ് അധ്യാപകരുണ്ട്. സീനിയർ അധ്യാപകർക്ക് ദിവസം 1455 രൂപയും ജൂനിയറിന് 1205 രൂപയുമാണ് ശമ്പളം. കഴിഞ്ഞ അധ്യയന വർഷം ഓഗസ്റ്റോടെ ശമ്പള തടസ്സം നീങ്ങിയിരുന്നു. ഈ വർഷം പിന്നെയും വൈകിയതിനാൽ മിക്കവർക്കും ശമ്പളം മുടങ്ങി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. റോഡുകൾക്കൊപ്പം പാർക്കിംഗും സ്മാർട്ടാകും. 62 പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. ജനറിക് പേരെഴുതുന്നില്ല, ഡോക്ടർമാർക്ക് നേട്ടം കമ്പനി മരുന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോടും തൃശൂരും മുന്നിൽ. മോദി വിരുന്നിൽ മന്ത്രി തലയൂരി. ശബരിമലയിൽ വികസനകാലം 6 പദ്ധതികൾ 376 കോടി. ഇരട്ട സ്ഫോടനം, ഇറാനിൽ 103 മരണം. ശമ്പളമില്ലാതെ വലഞ്ഞ് ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപകർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72
72. ശിവഗിരി HSFM 125-ാമതാഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വൻ. അശ്വന് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 125-ാമതാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ശിവഗിരിയിൽ ഇപ്പോൾ നടക്കുന്നത് എത്രാമത് തീർത്ഥാടനമാണ്? ഉത്തരം 91. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. P. ഭാസ്കരന്റെ ജന്മസ്ഥലം ഏത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഗാനരചയിതാവും കവിയുമായ പി ഭാസ്കരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് പി ഭാസ്കരൻ ജനിച്ചത്. മലയാള കവിതയ്ക്കും ചലച്ചിത്രഗാന മേഖലയ്ക്കും മികച്ച സംഭാവനകൾ നൽകിയ പ്രതിഭാശാലിയാണ് ഇദ്ദേഹം. ഏഷ്യാനെറ്റിന്റെ സ്ഥാപക ചെയർമാൻ, ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായിരുന്ന അദ്ദേഹം പിന്നീട് പൂർണ്ണമായും കലാരംഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു. മലയാള സിനിമാ ഗാന ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതിയ ഘട്ടമായിരുന്നു പി ഭാസ്കരന്റെ കാലം. പച്ച മലയാളവും ലളിത പദങ്ങളും കൊണ്ട് അദ്ദേഹം ഗാനശാഖയെ ജനപ്രിയവും ചേതോഹരവുമാക്കി തീർത്തു. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് എന്ന് യൂസഫലി കേച്ചേരി പ്രസ്താവിക്കുന്നു. ജീവിതാവസാനത്തിൽ അൾഷിമേഴ്സ് രോഗം ബാധിച്ച് മറവിയുടെ കയത്തിലേക്ക് ഇറങ്ങിപ്പോയ വാക്കിന്റെ ഉടയോൻ 2007 നമ്മളെ വിട്ടുപിരിഞ്ഞു. ആ ഓർമ്മകൾക്ക് മുന്നിൽ പാട്ടിന്റെ ഒരു പാലാഴി തിരയടിക്കുന്നുണ്ട്. അതിലൊരെണ്ണം നമുക്ക് കേൾക്കാം, ശിവഗിരി HSSലെ അധ്യാപിക അപർണ ടീച്ചറുടെ ശബ്ദത്തിലൂടെ. അതിതാ നമ്മളെ വന്ന് തൊടാൻ പോകുന്നു. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടുങ്കാടാണ്, കൊടുംകാടാണ് കരളിലെന്ന്. ഞാനൊന്നു കേറിയപ്പോൾ നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. എന്തിന്നു നോക്കണ്, എന്തിന്നു നോക്കണ്, ചന്ദിര നീ ഞങ്ങളെ, അയ്യോ ചന്ദിര, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ഞാനെല്ലാമേ പോട്ട്, ഞാനെല്ലാമേ പോട്ട്, കല്യാണ ചെക്കനുണ്ട്, താഴെ കല്യാണ ചെക്കനുണ്ട്. ചെണ്ടൊന്നു വാങ്ങണം, മുണ്ട് മുറിക്കണം, പൂത്താലി കെട്ടിയിടണം, പൊന്നിൻ പൂത്താലി, പൊന്നിൻ പൂത്താലി കെട്ടിയിടണം. കളിയല്ല കിളിവാളൻ വെട്ടിയില തിന്നെൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം, എൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.